ഓഫ് മോഷന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷനും മൊമെന്റവും ഇമ്പൾസും ഒക്കെയാണ് പറഞ്ഞത്. നമ്മൾ തേർഡ് ലോ ഓഫ് മോഷനിലേക്ക് കടക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ലോ ആണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഓൾവേസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ലോ. പക്ഷെ നമ്മൾ സ്ഥിരമായി കഥയിലും സിനിമയിലും ഒക്കെ കാണുന്ന പോലെ അല്ല അതിന്റെ അർത്ഥം. ഇവിടെ ഈ ആക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഫോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് എയും ബിയും രണ്ട് വസ്തുക്കളാണെന്ന്, രണ്ട് ബോഡികളാണെന്ന് വിചാരിക്കൂ. അപ്പോൾ FAB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, FBA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. അപ്പൊ ഇവര് രണ്ടുപേർക്കും ഇടയിലുള്ള ഫോഴ്സ് ഈക്വലും ആയിരിക്കും ഓപ്പോസിറ്റും ആയിരിക്കും എന്നാണ് ഈ മൂന്നാമത്തെ ലോ വ്യക്തമാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ രണ്ട് സിസ്റ്റത്തിനെയും കൂടി ഒരുമിച്ച് പുറമെ നിന്ന് നമ്മൾ നോക്കി കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പോ അല്ലെ FAB = FBA എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. സാധാരണ നമ്മൾ സിനിമയിലും കഥയിലും ഒക്കെ കേൾക്കുമ്പോൾ കോസ് എഫക്റ്റ് റിലേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫിസിക്സ്, ആക്ച്വലി ഈ ലോയുടെ ഫിസിക്സ് എന്ന് പറയുന്നത് ആക്ഷനും റിയാക്ഷനും എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സുകളാണ്. ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി മറ്റേ ബോഡിയുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. റിയാക്ഷൻ എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സ്. ഈ ആക്ഷനും റിയാക്ഷനും ഒറ്റ സെക്കൻഡിൽ തന്നെ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അല്ലാണ്ട് ആക്ഷൻ കഴിഞ്ഞ ശേഷമല്ല റിയാക്ഷൻ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡികളുടെ മുകളിലാണ് നടക്കുന്നത്. ഒരു ബോഡി FAB എന്നതിനെ നമ്മൾ ആക്ഷൻ എന്ന് വിളിച്ചാൽ FBA ആണ് എന്ത്? റിയാക്ഷൻ. അപ്പൊ ടോട്ടൽ, ഇനിയിപ്പോ നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും കൂടി ടോട്ടൽ ഒരു സിസ്റ്റമായി പരിഗണിച്ചാൽ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഓരോ ബോഡിയിൽ ഫോഴ്സ് ഈക്വൽ അല്ല, 0 അല്ല. പക്ഷെ ടോട്ടൽ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഫോഴ്സ് എന്താണ്? ഇന്റേണൽ ഫോഴ്സുകളായി മാറും. ഇന്റേണൽ ഫോഴ്സുകൾ എന്തായിട്ട് മാറും? ഒരു നൾ ഫോഴ്സ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആപ്ലിക്കേഷനിലേക്ക് വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്രോബ്ലംസും ചോദിക്കാറുണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട്. ഒരു ലിഫ്റ്റിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ലിഫ്റ്റ് നീങ്ങാൻ, മുകളിലേക്ക് നീങ്ങാൻ നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു ആളലുണ്ടാവും അല്ലെ? അതുപോലെ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോഴും ഒരു ആളലുണ്ടാവും വയറ്റിന്റെ ഉള്ളിൽ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡി അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്താണ് ആ ചേഞ്ചിന്റെ, ആ ഫീലിംഗിന്റെ കാരണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ? സാധാരണയായി നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ മാസ്, പിണ്ഡം എന്നുള്ള ഒരു വസ്തു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡിയാണത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമി എത്രമാത്രം ആകർഷിക്കുന്നു എന്നതിന്റെ അളവാണ്. വെയിറ്റ് = mg എന്ന ഇക്വേഷനും നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഒരു പുസ്തകം ഒരു മേശയുടെ മുകളിൽ വെച്ചിരിക്കുക വിചാരിക്കുക. അപ്പൊ ആ പുസ്തകത്തിന്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാകും. മേശ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് പുസ്തകത്തിന്റെ മുകളിലേക്ക് എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ നോർമൽ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ആ കേസിൽ വെയിറ്റ് ഓഫ് എ ബോഡി, ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? ഭൂമി നമ്മളെ അട്രാക്ട് ചെയ്യുന്നതിന്റെ അളവാണ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു മേശയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്കും ഭൂമിക്കും ഇടയിൽ ഒരു മേശ ഉണ്ട്. നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഈ മേശ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് നമ്മുടെ മുകളിൽ എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ exerted by the surface in contact with the body. അത് ഭൂമിയുടെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സർഫസ് ഇൻ കോണ്ടാക്ട് ഭൂമി തന്നെയായിട്ട് മാറും. അതിനിടയിൽ വേറെ ഒരു ബോഡി കൂടി ഉണ്ടെങ്കിൽ അതിന്റെ നോർമൽ റിയാക്ഷൻ, ആ ബോഡി നമ്മുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് വിളിക്കുക. ഈ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ലിഫ്റ്റ് കേസ് 4 കേസുകളുണ്ട്. ഒന്നാമത്തെ കേസ് എന്താണ്? ലിഫ്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ അത് അനങ്ങുന്നില്ല, അല്ലെങ്കിൽ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആവാട്ടോ. ലിഫ്റ്റ് ഇസ് അറ്റ് റെസ്റ്റ്.
ആക്സിലറേഷൻ 0 ആണ് എന്ന് പറഞ്ഞാൽ 3 കേസുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ആക്സിലറേഷൻ 0 ആണെന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ റെസ്റ്റിലാണ് a is equal to 0. യൂണിഫോം വെലോസിറ്റിയിൽ മുകളിലേക്ക് പോവുകയാണെങ്കിലും ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. യൂണിഫോം വെലോസിറ്റിയിൽ താഴേക്ക് വരികയാണെങ്കിലും ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അപ്പൊ ഒന്നാമത്തെ കേസ് a is equal to 0 എന്ന കേസാണ്. അത് റെസ്റ്റ് ആകാം, യൂണിഫോം വെലോസിറ്റിയിൽ നീങ്ങുന്ന ലിഫ്റ്റും ആകാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? നോക്കൂ, ഇതാണ് ആദ്യം നിങ്ങൾ ഇത്തരം പ്രോബ്ലത്തിന് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു ചിത്രമാണ്, അല്ലാണ്ട് ഈ മനുഷ്യന് ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ നടുവിൽ നിൽക്കുന്നതാണ് ആ ലിഫ്റ്റിന്റെ ക്യാബിൻ. അവിടെ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ അത് നേരെ താഴെ mg. ഇനിയിപ്പോ ലിഫ്റ്റ് ഉൾപ്പെടെ, ലിഫ്റ്റും നമ്മളും കൂടിയുള്ള വെയിറ്റ് ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. അതെന്താണ്? mg നേരെ താഴേക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഈ ലിഫ്റ്റ് നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ലിഫ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നു, നമ്മുടെ വെയിറ്റ് താഴേക്ക് ഉണ്ടാകും mg. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ലിഫ്റ്റ് നമ്മുടെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ, പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് നോർമൽ എന്ന് വിളിച്ചത്. റിയാക്ഷൻ R എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. അപ്പൊ അവിടെ നോക്കൂ, ഈ രണ്ട് ഫോഴ്സുകളാണ് നമ്മുടെ ആ വ്യക്തിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. a is equal to 0 ആണ്. ലിഫ്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ്. കണ്ടീഷൻ എന്താ എഴുതുക നമ്മൾ? F നെറ്റ് ഫോഴ്സ് is equal to ma, F is equal to ma എന്ന കണ്ടീഷൻ എഴുതുക. ഏതൊക്കെ ഫോഴ്സുകളാണ് നമ്മുടെ മുകളിൽ, ആ വ്യക്തിയുടെ മുകളിൽ, ഇതായി നിൽക്കുന്ന ആളുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത്? R ഉണ്ട്, mg ഉണ്ട്. R മുകളിലേക്കുള്ള ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ താഴേക്കുള്ള ഫോഴ്സിനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ R മൈനസ് mg ഈസ് ഈക്വൽ ടു m ഇൻറ്റു a 0 ആണല്ലോ, അപ്പൊ അത് 0 ആയി. R മൈനസ് mg ഈസ് ഈക്വൽ ടു 0 ഓർ R ഈസ് ഈക്വൽ ടു mg. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നോർമൽ റിയാക്ഷൻ വെയിറ്റിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമുക്ക് ഒരു ചേഞ്ച് ഇൻ വെയിറ്റ് അനുഭവപ്പെടില്ല. ആ വ്യക്തിക്ക് ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ വെയിറ്റ് അനുഭവപ്പെടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ രണ്ടാമത്തെ കേസ് നോക്കാം. ലിഫ്റ്റ് ഇസ് മൂവിംഗ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ a. ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ് a ആക്സിലറേഷനോടെ. അപ്പൊ ഈ ചിത്രം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതിനാണ് റിസൾട്ടന്റ് ഡയഗ്രാം എന്നാണ് ഇതിനെ വിളിക്കുക. അത് നമ്മൾ വായിച്ചിട്ട്, ആ പ്രോബ്ലം വായിച്ച് നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പൊ നേരത്തെ പോലെ mg താഴേക്ക് ഉണ്ടാവും, വെയിറ്റ് mg താഴേക്ക് ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ R മുകളിലേക്ക് ഉണ്ടാവും. ഒപ്പം തന്നെ ആ ക്യാബിന്റെ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ എയും എങ്ങോട്ടുണ്ടാകും? മുകളിലേക്ക് ഉണ്ടാകും. വീണ്ടും ഫോഴ്സ് എഴുതുക. ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma. അപ്പോ ടോട്ടൽ ഫോഴ്സ് ആരൊക്കെയാണ് ഇവിടെ? R പോസിറ്റീവ്, mg നെഗറ്റീവ്. R മൈനസ് mg ഇസ് ഈക്വൽ ടു ma. a പോസിറ്റീവ് ആണല്ലോ, മുകളിലെ ഡയറക്ഷനിലാണല്ലോ, അപ്പൊ ma. സോ R is equal to, rearrange ചെയ്യാം, mg plus ma. R is equal to m into g plus a. നോക്കൂ, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നോർമൽ റിയാക്ഷൻ is equal to m into g plus a ആണ്. അതായത് വെയിറ്റ് കൂടി ആരെക്കാളും? നോർമൽ റിയാക്ഷനേക്കാളും. സോ നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻക്രീസസ്. നമുക്ക് നമ്മുടെ വെയിറ്റ് കൂടിയതുപോലെ അനുഭവപ്പെടും. ആ ചേഞ്ച് ഇൻ വെയിറ്റ് ആണ് നമ്മളെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉരുണ്ടുകയറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ചേഞ്ച് ഇൻ വെയിറ്റിന്റെ ആ ഫീലിംഗ്, ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻക്രീസസ്. മൂന്നാമത്തെ കേസ്, ലിഫ്റ്റ് ഇസ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ a. എല്ലാം ഈ ചിത്രം വരയ്ക്കുന്നതിൽ മാത്രമാണ് കേട്ടോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നോർമൽ റിയാക്ഷൻ വെയിറ്റ് mg താഴേക്ക് ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ R മുകളിലേക്ക് ഉണ്ടാവും. ക്യാബിന്റെ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? താഴേക്കാണ്. കണ്ടോ ചിത്രം വെച്ചിരിക്കുന്നത്? ഇനി ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma. എന്താണ് ടോട്ടൽ ഫോഴ്സ് ഇവിടെ ഉള്ളത്? R പോസിറ്റീവ് മൈനസ് mg. നേരത്തെ പോലെ തന്നെ എടുക്കണം, ഞാൻ നോക്കിക്കോളൂ. R പോസിറ്റീവ് മൈനസ് mg ഈസ് ഈക്വൽ ടു മൈനസ് ma എന്ന് വരും. കാരണം എന്താ? താഴേക്കാണല്ലോ, മൈനസ് ma എന്ന് വരും. അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത് അത്. R, ഞാൻ ഈ ഇക്വേഷൻ നമുക്ക് കൺഫ്യൂഷൻ ആവുണ്ടെങ്കിൽ അത് നോക്കണ്ട, ഞാൻ ഇതേപോലെ തന്നെ ഇക്വേഷൻ പറയാം. ഈ ഇക്വേഷൻ എന്തുമായിട്ട് മാറും? R മൈനസ് mg ഇസ് ഈക്വൽ ടു മൈനസ് ma എന്ന് വരും. ഓർ R ഇസ് ഈക്വൽ ടു മൈനസ് mg പുറത്ത് പോകുമ്പോൾ പ്ലസ് mg ആവും, mg മൈനസ് ma. സോ R ഇസ് ഈക്വൽ ടു m ഇൻറ്റു g മൈനസ് a. എന്താണ്? നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു g മൈനസ് a ആണ്. അപ്പോൾ ഉള്ള വെയിറ്റ് കുറഞ്ഞതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. വെയിറ്റ് ഓഫ് ദ ബോഡി ഡിക്രീസസ്. നാലാമത്തെ കേസ്, ലിഫ്റ്റ് കേടായി അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ മെക്കാനിസം, ആ കയർ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. പിന്നെ ലിഫ്റ്റ് താഴേക്ക് വരുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ഫ്രീ ഫോൾ ആണ്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിൽ താഴേക്ക് വരുന്ന ലിഫ്റ്റിൽ a is equal to g ആയാൽ ഈ ഇക്വേഷൻ എന്താവും? R is equal to m into g minus a എന്നുള്ള ഇക്വേഷൻ എന്താകും? R is equal to m into g minus g is equal to 0. The body experiences
വെയിറ്റ്ലെസ്നെസ്. നമുക്ക് എന്ത് അനുഭവപ്പെടും? വെയിറ്റ് ഇല്ലാത്ത പോലെ അനുഭവപ്പെടും. അപ്പൊ ഈ 4 കേസുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിഫ്റ്റിന്റെ കേസിൽ ഈ പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ഈ ചാപ്റ്റർ ക്ലാസ്സിൽ തന്നെ ലാസ്റ്റിൽ പ്രോബ്ലം ചെയ്യാം. അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് പേര് സൂചിപ്പിക്കുന്നത്? മൊമെന്റം കൺസർവ് ചെയ്യുന്നു എന്നാണല്ലോ. എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ മൊമെന്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. എന്താണ് പറയുന്നത്? സിസ്റ്റം ഐസൊലേറ്റഡ് ആണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്തായിരിക്കും? ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അതുകൊണ്ടാണ് സിസ്റ്റം ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F is equal to dp by അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പോ എഫ് എക്സ്റ്റേണൽ 0 ആണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി is equal to 0. പക്ഷെ ഡെൽറ്റ ടി സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഡെൽറ്റ ടി ഒരിക്കലും 0 അല്ല. അപ്പൊ പിന്നെ ഡെൽറ്റ പി എന്താവണം? 0 ആവണം. എന്താ ഈ ഡെൽറ്റ പി 0 എന്ന് പറഞ്ഞാല്? ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് 0 ഓർ മൊമെന്റത്തിന് ചേഞ്ച് ഇല്ല. അപ്പൊ മൊമെന്റം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. പി ഈസ് എ കോൺസ്റ്റന്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് തുടങ്ങി F is equal to delta P by delta T. എക്സ്റ്റേണൽ ഫോഴ്സ് ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അപ്പൊ ഡെൽറ്റ പി 0 ആവും, പി ഒരു കോൺസ്റ്റന്റ് ആവും. സോ ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും ആക്ട് ചെയ്യാത്ത ഒരു സിസ്റ്റത്തെയാണ് നമ്മളെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അതില് ടോട്ടൽ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, നമ്മൾ ഫയർ ചെയ്യുമ്പോൾ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫയർ ചെയ്യുമ്പോൾ മുന്നിലേക്ക് ബുള്ളറ്റ് പോകുമ്പോൾ ആ ബുള്ളറ്റ് പുറത്തേക്ക് വരുന്ന ആ സെക്കൻഡിൽ തോക്ക് കുറച്ച് പിന്നോട്ടേക്ക് വരും. The backward movement of the gun when a shot is fired from a gun is called recoil of gun. ബുള്ളറ്റ് മുന്നോട്ട് പോകും, തോക്ക് ലേശം പിന്നോട്ടേക്ക് വരും. തോക്കിന്റെ മാസ് കൂടുതലായതുകൊണ്ടാണ് ലേശം പിന്നോട്ടായത്. ബുള്ളറ്റിന്റെ മാസ് ചെറുതായതുകൊണ്ടാണ് വളരെ വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ ആ തോക്ക് പിന്നോട്ട് വരുന്നതിനാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുക. ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങുന്ന വെലോസിറ്റിയാണ് നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയുക. ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ പി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആണ്. ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ഗൺ, ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? ഗണ്ണും ഗണ്ണിന്റെ ഉള്ളിൽ ബുള്ളറ്റും. ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പുറത്തും ഗണ്ണും. അത് രണ്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. നോക്കാം നമുക്ക്. ഇതാണ് ആ ചിത്രം. ബുള്ളറ്റിന്റെ മാസ് ചെറുതാണ്, സ്മോൾ എം. വെലോസിറ്റി സ്മോൾ വി. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം. ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി. മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് പി ബി ഇസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു വി. റീകോയിൽ മൊമെന്റം ഓഫ് ദി ഗൺ ഇസ് പി ജി ഇസ് ഈക്വൽ ടു എം വി. പക്ഷെ ഒരു വെലോസിറ്റി മുന്നോട്ടും ഒരു വെലോസിറ്റി പിന്നോട്ടുമാണ് അല്ലെ. അപ്പോ പി ബി ഇസ് ഈക്വൽ ടു മൈനസ് പി ജി. എം വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി. ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? വെലോസിറ്റി വെക്ടർ ആണ്. ഒരു വെലോസിറ്റിയെ പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ മറ്റേ വെലോസിറ്റിയെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള. സോ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ, റീകോയിൽ വെലോസിറ്റി ഇമ്പോർട്ടന്റ് വാക്കാണ്. ക്യാപിറ്റൽ വി കാണാൻ എന്ത് ചെയ്യണം? മൈനസ് എം വി ബൈ എം. മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കാണാനോ? സ്മോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ എം വി ബൈ എം. ഈ ഡെറിവേഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഈ ഡെറിവേഷനും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബോഡികൾ കൂട്ടിയിടിക്കുകയാണെന്ന് വിചാരിക്കാം. കൊലീഷൻ ഓഫ് ടു ബോഡീസ്. നോക്കാം നമുക്ക്. രണ്ട് വസ്തുക്കൾ കൂട്ടി കണ്ടില്ലേ, അതാണെന്ന് വിചാരിച്ചു. അപ്പോ എയും ബിയും മൊമെന്റം ബിഫോർ കൊലീഷൻ, മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി പി എ, മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി പി ബി. അവർ രണ്ടുപേരും കൂടി കൂട്ടിയിടിക്കുന്നു.
ആഫ്റ്റർ കൊലീഷൻ അവരുടെ മൊമെന്റം മാറി, കാരണം വെലോസിറ്റി മാറുമല്ലോ കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ. അപ്പൊ എ എന്തായി, പി ഡാഷ് എ ആയി, ബി എന്തായി, പി ഡാഷ് ബി ആയി. ഇനി എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദി ബോഡി ആഫ്റ്റർ കൊലീഷൻ മൈനസ് ഇനീഷ്യൽ കൊലീഷൻ. എയുടെ എന്താണ്, പി ഡാഷ് എ മൈനസ് പി എ. ബിയുടെ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്, പി ഡാഷ് ബി മൈനസ് പി ബി. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്, എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, എഫ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി. അപ്പൊ ഒന്നാമത്തെ ബോഡിക്ക് എഴുതുക, എഫ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, അതാണ് എഫ് എ ബി എന്ന് പറഞ്ഞാൽ. കാരണം ആദ്യത്തെ പൊല്യൂഷന്റെ ആദ്യത്തെ പാർട്ട് അത്. എഫ് എ ബി ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു പി ഡാഷ് എ മൈനസ് പി എ. എഫ് ബി എ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. ചേഞ്ചസ് ഫോഴ്സ് ഓൺ ബി ആണ്, ഡ്യൂ ടു എ ആണ്. അപ്പൊ ആരുടെ മൊമെന്റം മാറുക, ബിയുടെ മൊമെന്റം മാറും. എഫ് ബി എ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു പി ഡാഷ് ബി മൈനസ് പി ബി. So FAB delta T is equal to P dash A minus BA. BA delta T is equal to P dash B minus PB. ഈ എഴുതിയത് തന്നെയാണ് ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ന്യൂട്ടന്റെ തേർഡ് ലോ കണ്ടോ, ഇത് ഇവിടുത്തെ ആപ്ലിക്കേഷൻ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ന്യൂട്ടന്റെ തേർഡ് ലോ എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ, രണ്ട് ഫോഴ്സസും. ആക്ഷൻ, ഇതിനെ ആക്ഷൻ എന്ന് വിളിച്ചാൽ ഇതിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. സോ FAB is equal to equal and opposite, അതാണ് മൈനസ്, മൈനസ് FBA. അപ്പൊ ഈ മൊമെന്റത്തിനുള്ള ഇത് ഇവിടെ എഴുതി കൊടുക്കാം. എന്താണ് FAB, ശരിക്കും പറഞ്ഞാൽ FAB ഡെൽറ്റ ടി ആണിത് അല്ലെ. അപ്പൊ ഇനി ഇവിടെ ഡെൽറ്റ ടി എന്ന് എഴുതാണെങ്കിലും ഇവിടെ ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും, ഇവിടെ ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. രണ്ടും എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. അപ്പൊ പി ഡാഷ് എ മൈനസ് പി എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പി ഡാഷ് ബി മൈനസ് പി ബി. അപ്പൊ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ മൈനസ് ഇങ്ങോട്ടേക്ക് വരും, ഈ മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ പി ഡാഷ് എ പ്ലസ് പി ബി ഡാഷ് പി ഡാഷ് ബി, ഇവിടെ മൈനസ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, ഇസ് ഈക്വൽ ടു പി എ. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, പി എ മൈനസും മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും, പി ബി. ഇതെന്താണ്, പി ഡാഷ് എ പ്ലസ് പി ഡാഷ് ബി എന്ന് പറഞ്ഞാൽ കണ്ടോ, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊലീഷൻ ആണ്. ഇതെന്താണ്, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊലീഷൻ ആണ്. സോ ടോട്ടൽ ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. എന്തിനാ ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് അറിയോ? ഇതുണ്ടോ, ഇവിടെ വെറും ഈ രണ്ട് ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, അതുപോലെ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ ആ ഫോഴ്സിനെയും കൂടി എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇക്വേഷനിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത്തരം ഫോഴ്സുകളെ ഉൾപ്പെടുത്താത്ത സിസ്റ്റങ്ങളെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്താ, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക അല്ലെ. വെൻ ദ നെറ്റ്, എപ്പോഴാണ് പാർട്ടിക്കിൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുക, അതിന്റെ മുകളിൽ ഒരു ഫോഴ്സും ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആയിട്ടിരിക്കും എന്ന് നമുക്ക് പറയാം. Equilibrium of a particle in mechanics refers to a situation when net external force on the particle is zero. Total external force എന്താണ്, സീറോ. ഒന്നാമത്തെ ലോ പ്രകാരം ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആയാൽ പാർട്ടിക്കിൾ ഒന്നുകിൽ റെസ്റ്റിലാകും അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷനിൽ ആയിരിക്കും. ഒന്നാമത്തെ കേസ് നോക്കാം. രണ്ട് ഫോഴ്സുകളാണ് എക്സേർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ. ആ രണ്ട് ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റും ആണ്. നോക്കാം, ഇക്വിലിബ്രിയം വേണമെങ്കിൽ എന്ത് വേണം, ടോട്ടൽ ഫോഴ്സ് സീറോ ആയിരിക്കണം. അപ്പൊ F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ F1 ഈസ് ഈക്വൽ ടു മൈനസ് F2 ആണ്. കണ്ടോ, ഒരു പാർട്ടിക്കിളിനെ രണ്ട് ഭാഗത്തുനിന്ന് ഒരേപോലെ പിടിച്ചു വലിക്കുകയാണ്. പാർട്ടിക്കിൾ അതേ പൊസിഷനിൽ തന്നെ നിൽക്കും അല്ലെ. കണ്ടോ, ടു ഫോഴ്സസ് ഓൺ എ പാർട്ടിക്കിൾ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ രണ്ട് ഫോഴ്സസും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. F1 ഗ്രേറ്റർ ആയാലോ പാർട്ടിക്കിൾ ഇങ്ങോട്ട് നീങ്ങും, F2 ഗ്രേറ്റർ ആയാലോ പാർട്ടിക്കിൾ അങ്ങോട്ട് നീങ്ങും. ഇത് എളുപ്പമാണ്. മൂന്ന് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക, ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടാവുക, ടോട്ടൽ ഫോഴ്സ് സീറോ ആയിരിക്കണം. അപ്പൊ F1 പ്ലസ് F2 പ്ലസ് F3 ഇസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു മൈനസ് F3. എപ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുക, നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. കണ്ടോ, F1 F2 രണ്ട് വെക്ടേഴ്സ്, അതിന്റെ റിസൾട്ടന്റ് പാരലലോഗ്രാം ലോ ഓഫ് മെത്തേഡേഷൻ പ്രകാരം
അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണൽ ആണ് f1 പ്ലസ് f2 ഈസ് ഈക്വൽ ടു മൈനസ് f3 f1 പ്ലസ് f2 ഈ ഡയറക്ഷനിലാണ്. അതേ മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് f3 ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ ഇവരുടെ ഇന്റർസെക്ഷൻ പോയിന്റിൽ ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. The resultant of any two forces F1 and F2 obtained by parallelogram law of forces must be equal and opposite to third force. F1 plus F2 is equal to minus F3. ഇനി നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാൽ ഇതാ F2 അതുപോലെ തന്നെ നിർത്തി. F1 എന്ത് ചെയ്തു? ഒരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ തള്ളിയതാ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചു. അപ്പൊ റിസൾട്ടന്റ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങി റിസൾട്ടന്റ് ഇതാണ് F3 അല്ലെ? F3യുടെ ഡയറക്ഷൻ, റിസൾട്ടന്റും ഡയറക്ഷനും. Three forces in equilibrium can be represented by the sides of a triangle with vector arrows taken in the same sense. ഇത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് എടുത്തത്. നമ്മൾ സെയിം സെൻസിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണല്ലോ എടുക്കുക. കേസ് 3, ഒന്നിലധികം ഫോഴ്സുകൾ n നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോഴും എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെ? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സം ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. F1 പ്ലസ് F2 പ്ലസ് Fn is equal to 0. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ വെക്ടർ ആണല്ലോ, എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു പോളിഗൺ, n സൈഡഡ് പോളിഗൺ ഇൻ ദ സെയിം സെൻസ്. കണ്ടോ അവിടെയും കണ്ടോ ട്രയാങ്കിൾ സെയിം സെൻസിലാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ട്രയാങ്കിൾ വെക്ടർ പഠിക്കുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല പഠിച്ചത്. ഇവിടെ ഈ രണ്ട് വെക്ടറുകളുടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് റിസൾട്ടന്റ് വരിക. അതുകൊണ്ടാണ് കണ്ടോ സെയിം സെൻസിൽ എടുത്തത്. ഇവിടെ അതേമാതിരി പോളിഗണും അങ്ങനെ തന്നെയാണ്. എൻ സൈഡഡ് പോളിഗണ് അവസാനത്തെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് റിസൾട്ടന്റ് തരിക. അതിന്റെ ആരോ മാർക്ക് സെയിം സെൻസിൽ തന്നെയാണ്, സെയിം സൈഡിൽ അതേ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഉണ്ടാവുക. പ്രോബ്ലം നോക്കാം. A mass of 6 kg is suspended by a rope of length 2 meters from the ceiling. A force of 50 Newton in horizontal direction is applied at the midpoint P of the rope as shown. What is the angle the rope makes with vertical in equilibrium? എന്താ പറഞ്ഞതെന്നറിയോ? ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ത്രെഡ്, ഒരു റോപ്പ് വരയ്ക്കാം. അതിന്റെ അറ്റത്ത് 6 കിലോഗ്രാം തൂക്കിയിടുക. ഇതാണ് ചിത്രം. ഇനി എന്താ ചെയ്തത്? പോയിന്റ് പിയിൽ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് ഇവിടുന്ന് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ കൈയെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുക. അതാണ് ചെയ്യുന്ന പ്രോസസ്സ് കേട്ടോ. അതാണ് ഈ ചിത്രം. അപ്പൊ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിന്നിരുന്ന ത്രെഡ് ഇതാ, ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴേക്ക് തൂങ്ങി നിന്നിരുന്ന ത്രെഡ് ഇതാ ഈ ഷേപ്പിലോ നമ്മളിവിടെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ഷേപ്പിലോ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നറിയോ? വെർട്ടിക്കലുമായി, ഇതാണ് വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് തീറ്റയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം. വാട്ട് ഈസ് ദ ആംഗിൾ ദ റോപ്പ് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ? ഇതാണല്ലോ റോപ്പ്. അത് വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ദാ ഈ തീറ്റയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് ആദ്യം മാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് W is equal to mg. 6 into g എളുപ്പത്തിനെടുത്താണ് 9.8 ആണ്. എളുപ്പത്തിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് 10 എന്ന് എടുത്തത്. അപ്പൊ 60 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ വെയിറ്റ് 60 ന്യൂട്ടൺ ആണെങ്കിൽ ഈ ത്രെഡ് അല്ലെങ്കിൽ ഈ റോപ്പ് എന്ത് ചെയ്യണം? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇട്ടാ ഈ പോയിന്റിലേക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ, നമ്മൾ ഈ ത്രെഡിലൊക്കെ റോപ്പിലൊക്കെ ഉള്ള ഫോഴ്സ് നമ്മൾ ടെൻഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ടെൻഷൻ അതിനാണ് നമ്മൾ ഈ T എന്ന് എഴുതുക. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവണം. താഴേക്ക് 60 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ മുകളിലേക്കും എന്തായിരിക്കണം? ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും, മുകളിലേക്കും 60 ന്യൂട്ടൺ തന്നെ ഫോഴ്സ് ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പോയിട്ട് ഈ പോയിന്റിൽ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ത്രെഡിനെ നമ്മൾ അങ്ങോട്ട് പിടിച്ചു വലിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു ചിത്രം കിട്ടും. അപ്പോ ഇതുവരെ താഴേക്ക് വെയിറ്റും മുകളിലേക്ക് ടെൻഷനും ഉണ്ടായിരുന്നത്. ഈ പോയിന്റിൽ വെച്ച് T എന്നുള്ള ഒരൊറ്റ ആള് നമ്മൾ ഒരു ഫോഴ്സും കൂടി കൊടുക്കുമ്പോ T എന്ന് എഴുതിയാൽ പോരാ, പിന്നെന്താവും? T1 ഉം T2 ആയിട്ട് മാറും. കണ്ടോ? T1 ഉം T2 ആയിട്ട് മാറും. അതായത് ഇവിടെ ഒരു ബ്രേക്ക് വന്നില്ലേ? അപ്പൊ ഇവിടെ വരെ T1 ഉം പിന്നെ ആ ബ്രേക്കിൽ നിന്ന് താഴേക്ക് T2 ഉം. കണ്ടോ? അവിടെ നമ്മൾ പിടിച്ചിരിക്കുന്ന ആ പോയിന്റ് ആണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ചിത്രം, അപ്പൊ ഈ ചിത്രം കിട്ടുക ഇങ്ങനെയുള്ള ഒരു നൂല് കിട്ടും. അപ്പോ
ഇങ്ങ് നോക്കിയാൽ കാണാം T2 ഉണ്ട്, 60 ന്യൂട്ടൺ താഴേക്ക് ഉണ്ട്, T2 ഉണ്ട്. പിന്നെയോ T1 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ T1 ഒരു ഇതിനായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെയല്ല. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ, ഒരു ചെരിവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ T1നെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ആയിട്ട് തിരിക്കും. എക്സ് ആക്സിസിനോട് ചേർന്നാണ് ഈ ആംഗിൾ തീറ്റ ഉള്ളത് അല്ലെ. അപ്പൊ എക്സ് ആക്സിസിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് അഡ്ജസന്റ് കമ്പോണന്റ് ആണ്. അഡ്ജസന്റ് കമ്പോണന്റിനാണ് നമ്മൾ T1 cos തീറ്റ. കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പൊ T1 cos തീറ്റ എന്ന് കിട്ടും. ഇനി ഈ തീറ്റയിൽ നിന്ന് ദൂരെയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ കിട്ടുക? T1 sin തീറ്റ എന്നും കിട്ടും. അപ്പൊ ഈ ചിത്രത്തിനെ ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ്. ഇത് വരയ്ക്കാൻ അറിയുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ്. ഇനി നമ്മൾ എന്താണ് ഇക്വേഷൻ എടുക്കും? ഫോർ ഇക്വലിബ്രിയം ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഇവിടെ T നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തപ്പോൾ T is equal to W എന്നാണ് നമുക്ക് കിട്ടുക. ഇവിടെയോ? ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. T1 ഉം T2 ഉണ്ട്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ ഇവിടെ റിസോൾവ് ചെയ്തതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനും ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ടെൻഷനെ നമ്മൾ രണ്ടാക്കി മാറ്റി. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആരൊക്കെ ഉണ്ട്? T1 cos തീറ്റ അല്ലെ, മുകളിലേക്കുള്ളത് T1 cos തീറ്റ ആണ്. T1 cos തീറ്റ ഈസ് ഈക്വൽ ടു 60. ഈ 60 ന്യൂട്ടൺ. T1 cos തീറ്റ ഈസ് ഈക്വൽ ടു 60. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫോഴ്സിനെയാണ് നമ്മൾ ഇതാക്കിയത്. ഈ T2 എന്ന് എഴുതി ഇനി കൺഫ്യൂസ് ചെയ്യിക്കണ്ട, എന്നാ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ T1 cos തീറ്റ ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും വെർട്ടിക്കൽ ഡയറക്ഷനിൽ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ ഈ ചിത്രം നോക്കൂ, T1 sin തീറ്റ ഈസ് ഈക്വൽ ടു 50 എന്നും കിട്ടും. അത്രേ ഉള്ളൂ. ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് കാര്യം. ആ രണ്ട് ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. T1 cos തീറ്റ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു 60. T1 sin തീറ്റ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു 50 ന്യൂട്ടൺ. അപ്പൊ രണ്ട് ഇക്വേഷൻ എഴുതി, അതിനെ ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ ഗിവ്സ് tan തീറ്റ ഈസ് ഈക്വൽ ടു 50/6, 5/6, തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 40 ഡിഗ്രി. അപ്പോ ഈ ത്രെഡ്, ഈ റോപ്പ് വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഈ ഇത് എളുപ്പമാണ്, ലിഫ്റ്റിന്റെ ഇക്വേഷൻസ് അറിയണമെന്ന് മാത്രം. ഈ പ്രോബ്ലം, എ മാൻ ഓഫ് മാസ് 70 kg സ്റ്റാൻഡ്സ് ഓൺ എ വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് which is moving upwards with a uniform speed of 10 meter per second. യൂണിഫോം സ്പീഡാണ്, അതായത് ആക്സിലറേഷൻ 0 ആണ്. അപ്പോ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക, F is equal to ma. എമ്മയിലെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അപ്പൊ R മൈനസ് mg, R മുകളിലേക്കും നമ്മുടെ നോർമൽ റിയാക്ഷനും mg നമ്മുടെ വെയിറ്റ് താഴേക്കും ഉണ്ടാവും. R മൈനസ് mg is equal to 0. സോ R is equal to mg. എന്താണ് mg? മാസ്. അയാളുടെ മാസ് 70, g ആക്സിലറേഷൻ 10 ആയിട്ട് എടുത്തു, 9.8 പകരം 700 ന്യൂട്ടൺ എന്ന് കിട്ടും. സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം ഇവിടെ വെച്ച് നിർത്തിയാൽ മതി. പക്ഷേ ഇവിടെയോ ഇയാൾ നിൽക്കുന്നത് ഒരു വെയിങ് സ്കെയിലിന്റെ മുകളിലാണ്. അയാളുടെ ഭാരം അളക്കാനുള്ള ഒരു ഉപകരണത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ ഭാരം കാണിക്കുക ന്യൂട്ടണിലല്ല, ഫോഴ്സ് ആണെങ്കിലേ നമുക്ക് എന്തിൽ കാണിക്കാൻ പറ്റുള്ളൂ? ന്യൂട്ടണിൽ കാണിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഭാരത്തിലേക്ക് അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക? F is equal to mg. അപ്പൊ ഫോഴ്സ് ആണ് അല്ലെ, m into ആക്സിലറേഷൻ. അതിൽ നിന്ന് m is equal to f by g എന്ന് കിട്ടും. അപ്പോഴാണ് മാസ് കിലോഗ്രാമിൽ കിട്ടുക റീഡിങ്. അപ്പൊ 700 ന്യൂട്ടണിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 70 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി താഴേക്ക് പോവാണ്. ഡൗൺവേർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 meter per second square. നോക്കാം, താഴേക്ക് പോവാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ അന്നത്തെ ഇക്വേഷൻ എഴുതിയത്? R മൈനസ് mg is equal to minus ma അല്ലെ. അപ്പൊ R is equal to m into g minus a. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g R 70, m 10 അല്ല, R ആണ് കണ്ടുപിടിക്കേണ്ടത്. m 70, g 10, a 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 350 ന്യൂട്ടൺ എന്ന് കിട്ടും. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35 കിലോഗ്രാം. അപ്പൊ ന്യൂട്ടണിനെ ഫോഴ്സിനെ വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ്. മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് 35 കിലോഗ്രാം എന്ന് കിട്ടും. Upwards with a uniform acceleration of 5 meter per second square. നോക്കൂ, 70 കിലോഗ്രാം ഭാരമുള്ള ഒരാള് താഴേക്ക് വരുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 35 കിലോഗ്രാം ആണ്. ഈ മുകളിലേക്ക് പോകുമ്പോഴോ എന്താ ഇക്വേഷൻ ഉണ്ടാവുക? R മൈനസ് mg is equal to ma. അപ്പൊ R is equal to m into g plus a. അപ്പൊ 70 into 10 plus 5 1050 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ 105 കിലോഗ്രാം എന്നാണ് കിട്ടുക. അപ്പൊ ആ മനുഷ്യൻ
70 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ താഴേക്ക് വരുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന 35 ആ വെയിറ്റിംഗ് ഇതിൽ കാണിക്കുക 35 കിലോഗ്രാമും പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ആ വെയിങ് മെഷീനിൽ കാണിക്കുന്ന ഭാരം 105 കിലോഗ്രാമാണ്. ഈ ലിഫ്റ്റ് ഫ്രീലി ഫോൾ ചെയ്താൽ അത് പൊട്ടിപ്പോയാൽ എന്താവും? ഫ്രീലി ഫോൾ ആവും. G is equal to A ആവും. അപ്പൊ R is equal to M into G minus G 0. അപ്പൊ ആ ഇതിൽ എന്ത് റീഡിംഗ് കാണിക്കാം? 0 റീഡിംഗ് ആണ് കാണിക്കാം. ഇത്രയാണ് ഈ ക്ലാസ്സിൽ